ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ എന്താണ് പിഴവ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും. ഉത്തരവാദികളെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് മറ്റ് വിമാന കമ്പനികൾ. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ അവധി മാനദണ്ഡങ്ങളിൽ DGCA ഇളവ് നൽകി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് 40,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അത് 30,000-നടുത്താണ്. നാളെയാണെങ്കിൽ 25,000-ആണ് ഇപ്പോഴത്തെ നിരക്ക്. മുംബൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമെല്ലാം ഇത് തന്നെ അവസ്ഥ. തിരക്ക് കൂടിയതോടെ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ കൂട്ടി. दिक्कत बाहर काम करने आए, अभी क्या करेंगे, जो भी पगार सब चला गया टिकट का पीछे. अभी इमरजेंसी ट्रेन में जाएंगे तो हम लोग को 2 दिन जाता है. അനന്തമായി വിമാനം വൈകുമ്പോഴും യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങളൊന്നും നൽകാൻ ഇൻഡിഗോ തയ്യാറായിരുന്നില്ല. ഇൻഡിഗോയുടെ കുത്തകവൽക്കരണമാണ് സ്ഥിതി മോശമാക്കിയതെന്നും സാധാരണക്കാരനാണ് ഇതിന് വില നൽകേണ്ടി വന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA ചില ഇളവുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിസന്ധി തീർക്കണമെന്നും DGCA ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA പുതിയ ചട്ടം അവതരിപ്പിച്ചത്. ഇത് നടപ്പാക്കാൻ 2 വർഷത്തോളം സമയവും നൽകി. എന്നിട്ടും ഈ വിധമൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഇൻഡിഗോയുടെ ന്യായവാദങ്ങൾക്ക് ശക്തി പോരാ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.